പ്രഭാതത്തെ വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് സ്തോത്രം ചെയ്യും. इसी प्रकार एक सुंदर ही दिन प्रभु ने हमारे लिए प्रदान दिया। इसी कारण मैं मसीह को धन्यवाद देता हूँ। രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് എന്റെ ഇന്റർനെറ്റ് കട്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞേ. പ്രഭാതത്തില് ആദ്യം കിട്ടിയ സന്ദേശം എന്ന് പറയുന്നത് എന്റെ ഇന്റർനെറ്റ് കട്ടായി എന്നാണ്. सुबह ही भोर उठा है और परमेश्वर की दास की वाईफाई के कनेक्शन वो कट हो गया है। എന്നാൽ ദൈവകൃപയാൽ അത് ശരിയായി വന്നു. और परमेश्वर की दया से और मिल गई है. ഇവിടെ തിരുവനന്തപുരത്ത് ശക്തമായ മഴ പെയ്യുകയാണ്. और त्रिवेंद्रपुरम में आदि शक्ति सामर्थ्य की बरसात बरसा रहा है. ഇന്ന് വളരെ അതിപ്രധാനമായിട്ടുള്ളതായ ഒരു വിഷയത്തെ കുറിച്ച് നാം സംസാരിക്കുന്നത്. आज यदि प्राधान्यता देता है जो वचन के बारे में प्रस्तुत करना मैं चाहता हूँ. നാം നിരന്തരം കേൾക്കുന്നതായ വളരെ ഇതാണ്, എപ്പോഴും നാം ചിന്തിക്കുന്നതായ ഒരു വചനമല്ല ഇത്. हर समय निरंतर सुनते हुए वचन नहीं है आज की. ഭക്ഷണക്രമത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പാലാണ്, പ്രായമുള്ള ആളുകൾക്ക് അത് കട്ടിയുള്ള ആഹാരമാണ് കൊടുക്കുന്നത് എന്നാണ്. प्रेरित पौलुस ने ये वचन दिया, बाल बच्चों को खिलाते हैं पिलाता है दूध है, लेकिन थोड़ा सा बुजुर्ग वाले हैं उन्हीं को खड़क खुराक देते हैं. അദ്ദേഹം പറയുന്നത് വളരെ വിചിത്രമായിരിക്കുന്നു. വളരെ പ്രായമുള്ളവരാണ്, എക്സ്പീരിയൻസ് ഉള്ളവരാണ്, എങ്കിലും അവർക്ക് പിന്നെയും പാല് കുടിച്ച് ജീവിക്കുന്നതാണ് ഇഷ്ടമാണ്. और बुजुर्ग है वजन में बहुत सारे सौभाग्य अपनाया है, परिचय है, वो लोग अभी खड़क दूध देना सिवा दूध पिलाने का हाल अभी भी रहते हैं. അതുകൊണ്ട് കട്ടിയായ ആഹാരം വിളമ്പുമ്പോൾ അത് എത്ര പേര് അത് ഗൗരവമായിട്ട് എടുക്കും എന്നുള്ളതിനെ കുറിച്ച് പ്രാസംഗികന്മാർക്ക് സന്ദേഹമുണ്ട്. और ऐसे कठिन वचन देते हैं, कठिन और खड़क खुराक देते हैं, जो विश्वासियों कैसे कितने अपनाता है ग्रहण करते हैं इसके बारे में वो शक होता है प्रचारक को. നാം മനസ്സാന്തരപ്പെട്ട് സ്നാനപ്പെട്ട ക്രിസ്തുവിനോട് ചേർന്ന് കഴിയുമ്പോൾ അപ്പോൾ മുതൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തില് വളരെയധികം പ്രതികൂലങ്ങളെ നേരിടേണ്ടി വരും. एक व्यक्ति यीशु मसीह को अपनाया, ग्रहण किया, तो उसको उसका बारे में बहुत बात शक होते हैं. जितना वचन अपनाते हैं इतने मसीह के लिए जीते हैं, उनका विश्वास कैसे है, विश्वास योग्य में रहते हैं है नहीं है, इसका बारे में शक होता है. അപ്പോൾ ശത്രുവിനോട് പോരാടി ജയിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. हम यीशु को अपनाते हैं, शत्रु घेर लेते हैं, लेकिन शत्रुओं के विरोध में लड़कर विजय पाना कितना तक होता है उसके बारे में शक होता है. പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ എന്ന് അത്രയും നാം മനസ്സിലാക്കുന്നത്. प्रेरित पौलुस के बारे में हम जान लेते हैं, तीसरा स्वर्ग तक पहुंचाया हुआ एक व्यक्ति है. എഫേസ്യർക്ക് എഴുതിയതായ ലേഖനത്തിൽ താൻ സ്വർഗാതിസ്വർഗങ്ങളില് താൻ അനുഭവിച്ചതായ, താൻ കണ്ടറിഞ്ഞതായ കാര്യങ്ങളെ കുറിച്ചുള്ളതായ ഒരു വിവരണം അത്രേ നൽകിയിരിക്കുന്നത്. और एफेसियों की पत्री में हम यूं पाया जाता है, स्वर्ग राज्य तीसरा स्वर्ग तक पहुंच कर प्रभु ने और प्रेरित पौलुस को दिखाया हुआ वो दर्शन के बारे में वर्णन कर रहा है. ഈ പുസ്തകത്തിൽ അദ്ദേഹം സഭയുടെ മർമ്മങ്ങളെ കുറിച്ച് വിവരിക്കുന്നു.
ये मंडली मंडली के बारे में इसकी भेद की वजन वहां पर दिया गया है। എല്ലാ ഓരോ അധ്യായങ്ങളിലും ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ അത്രേ അദ്ദേഹം വിവരിക്കുന്നത്. एक एक अध्याय में और एक एक प्रकार की वर्णन किया देता है। ആറാമത്തെ അധ്യായത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. इफिसियों की पत्री 6वीं अध्याय की ओर आपके मन को मैं ढूंढ रहा है। വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. और ध्यान पूर्व बैठ जाए इसके मर्म को भेद को खोजने के लिए। ഈ വചനങ്ങൾ പ്രസംഗിക്കപ്പെടുന്നതും കേൾക്കുന്നതും അത് കേൾപ്പിക്കുന്നതും പിശാചിന് ഇഷ്ടമുള്ളതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ये वचन पढ़ने के लिए, मनन करने के लिए, उसमें प्रस्तुत करने के लिए शैतान को और अच्छा नहीं लगता है। പ്രാർത്ഥനയോടുകൂടി ഇരിക്കുവേൻ. प्रार्थना पूर्व बैठ जाए. 6-ാം അധ്യായം 11-ാം വാക്യം. और 6वीं अध्याय 11वां पद. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. इफिसियों की पत्री 6वीं अध्याय 11वां पद में यह दी है, परमेश्वर के सारे हथियारों बांध लो कि तुम शैतान की युक्तियों के सामने खड़ा रह सके. ദൈവമക്കൾക്കെതിരെ നിരന്തരമായിട്ട് പലവിധമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് അവരെ പാപത്തിൽ വീഴിക്കുവാൻ തക്കവണ്ണം, വിശ്വാസ ജീവിതത്തിൽ നിന്നും പിന്മാറ്റുവാൻ തക്കവണ്ണം നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു പൈശാചിക പ്രവർത്തനം നമുക്ക് കാണുവാൻ കഴിയും. और इस शैतान ने उनका युक्तियों, उनका योजनाओं विश्वास में आया है, विश्वास में रहते हैं, कोई तंत्र मंत्र के साथ विश्वासियों विश्वास से हटने के लिए योजना बनाता है, युक्ति बनाता है. എന്താ ഈ പിശാചിന് മനുഷ്യവർഗത്തോട് ഇത്രയധികം കോപം, ദേഷ്യം? ये बात आज सुबह ही वक्त पूछताछ करता है, ये शैतान को मानव जातियों के विरोध में क्यों इतना लड़ते हैं? പാപം ചെയ്തതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്നും ചിറക് വെട്ടി ഭൂമിയിലേക്ക് ദൈവം സാത്താനെ തള്ളിയിടുകയുണ്ടായി. शैतान की और पाप किया, अपराध की फल स्वर्ग राज्य से उनको तलवार से काट कर पृथ्वी पर गिरा दिया है. സാത്താനും അവന്റെ സംഘവും ഈ ഭൂമിയിൽ വാഴുകയായിരുന്നു. सातान और इसका सारे संग और पृथ्वी को प्रभुता करते रहते थे. ആദ്യ മനുഷ്യർ ആദാമിനോട് ഹവ്വയോടും ദൈവം പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ വാഴുവിൻ എന്ന്. प्रथम मनुष्य है आदम और ईव, उसको यहोवा परमेश्वर ने यह बात दी, पृथ्वी की अधिकारी होकर पृथ्वी भले भक्ति में रहे. അതുകൊണ്ട് അത്രേ സാത്താൻ തന്ത്രം ഉപയോഗിച്ച് ആദാമിനെയും ഹവ്വയെയും വീഴ്ത്തിയത്. इसी कारण में शैतान ने तंत्र मंत्र के रूप में मनुष्यों को गिरा दिया है. അതെ, ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു അവിശ്വാസം ഉളവാക്കി, സംശയം ഉളവാക്കി അവരെ കൊണ്ട് പാപം ചെയ്യിച്ചു. और यहोवा परमेश्वर ने आदम और ईव को एदन बाटिया में ठहराया, नियुक्त किया, लेकिन शैतान ने उसको गिराने के लिए योजना बनाकर उनको गिरा दिया है. അങ്ങനെ ദൈവിക പദ്ധതിയിൽ അരിശമ്പുണ്ട് അവൻ ദൈവമക്കൾക്ക് എതിരായി അന്ന് മുതൽ പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. उसी घड़ी से लेकर परमेश्वर की लोगों का विरोध में विरोधी अपराध दिया है, देता है, उसको गिराने के लिए रास्ता बनाता है. ഒരു രാജാവായി ഭൂമിയിൽ സർവത്തിന്റെ മേലും ഭരിച്ച് ഇന്ധനം ഏറ്റുകൊണ്ട് വാഴുവാനാണ് ദൈവം ആദ്യ മനുഷ്യരെ കൽപ്പന കൊടുത്തത്. एक राजा बादशाह होकर पृथ्वी को प्रभुता करने के लिए, नियुक्त करने के लिए प्रभु ने योजना बनाया था. അതുകൊണ്ട് സാത്താൻ മനുഷ്യനെ വഞ്ചിച്ചു. इसी कारण में
मनुष्य को शैतान ने धोखा दी। അത് മാത്രമല്ല, സാത്താൻ അറിയാം അവന് ചുരുങ്ങിയ നാളുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന്. केवल इतना ही नहीं, शैतान को मालूम है थोड़ा सा समय आगे है, उसके बाद में शैतान को गिरा देंगे, नाश करेंगे, वो शैतान को जानकारी है। അവൻ നിത്യത ചെലവാക്കേണ്ടത് ആം, അത് അഗ്നി നരകത്തിലത്രേ. उन्होंने आग के कुंड में डाल दिया है। അതുകൊണ്ട് അവന് ആരെ വിഴുങ്ങേണ്ടു ആരെ വീഴ്ത്തേണ്ടു എന്ന് നോക്കി നിരന്തരം അവൻ ശമിച്ചു കൊണ്ടിരിക്കുന്നു. मानो के किसको मसीह की ओर मुंह जितनों ने फिरते हैं, उसको गिराने के लिए रास्ता योजना बनाकर शैतान ने घूमते फिरते चलते हैं। കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നത് കൊണ്ട് അതിവേഗത്തിൽ ഈ സുവിശേഷം എല്ലായിടത്തും എത്തിക്കേണ്ടതിൻ്റെതായ ഒരു ആവശ്യമുണ്ട്. और यीशु मसीह की आगमन इतना शीघ्र है, इसी कारण में ये अच्छा सुसंदेश सुसमाचार दुनिया की कोने कोने तक फैलाने के काम हमारा कर्तव्य है। അതുകൊണ്ട് ഈ അത് കൊയ്ത്തിന് മുമ്പുള്ളതായ അത് എന്താണ് ലാറ്റർ റെയിൻ, പിന്മാരിയെ ദൈവം അയച്ചിരിക്കുന്നത് കൊണ്ട് ലോകമെമ്പാടും ഒരു വലിയ ഉണർവ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ये सिरा काटने के समय आ पहुंचा है, इसी कारण में एक बड़ा भेदारी भेजकर लोगों को मसीह की ओर लाने के लिए प्रयत्न करना हमारा फर्ज है। എത്രമാത്രം രാജ്യങ്ങൾ ഈ സുവിശേഷത്തെ എതിർത്താലും കർത്താവ് തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. जितना संस्कृति ये सुसमाचार को ढांपने के लिए मेहनत करते, कोशिश करते, लेकिन परमेश्वर ने अपना एकलव्य पुत्र के द्वारा सुसमाचार की घोषणा करने के लिए आत्मा को बेदारी भेजते हैं। സകല ജഡത്തിന്റെ മേലും അന്ത്യകാലത്ത് തന്റെ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുന്നു. सारे शरीरों में परमेश्वर की पवित्र आत्मा की बेदारी भेजता है। അതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ സുവിശേഷം ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. इसी कारण में ये सुसमाचार दुनिया के कोने तक पहुंचाने के लिए आत्मा के काम कार्य हो रहा है। എല്ലാ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് യുവജനങ്ങള് വളരെ അത്യാവേശത്തോടു കൂടിയും ഈ സുവിശേഷം അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. हर दुनिया के कोने कोने तक जवानियों को प्रभु ने इस्तेमाल करते हैं, ये सुसमाचार फैल रहा है। ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടണം, അതത്രേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. भूमि में परमेश्वर की राज्य आ जा, इसलिए ये वचन की घोषणा हो रहा है। എന്നാൽ മനുഷ്യന്റെ ആജന്മ ശത്രുവായ സാത്താനും സുവിശേഷകന്മാരെയും പ്രസംഗകരെയും ഇഷ്ടമില്ല. ये बादशाह ने शैतान ने घेर लिया, शैतान चराते हैं जो लोगों को सुसमाचार की घोषणा उनको अच्छा नहीं लगता है। സുവിശേഷ യോഗങ്ങളെയും പ്രാർത്ഥനാ യോഗങ്ങളെയും തടസ്സപ്പെടുത്തുന്നു. सुसमाचार की घोषणा और परमेश्वर की आत्मा की आराधना रुकावट देते हैं। ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു ദേവദാസൻ, അതായത് അതിനു മുമ്പ് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം സുവിശേഷ വിരോധിയായിരുന്നു, മദ്യപാനിയായിരുന്നു, നാട്ടിൽ വലിയ കലാപം ഉണ്ടാക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു. एक व्यक्ति ने यीशु को ग्रहण करने के पहले दारू पीते हैं और झगड़ालू है, कई प्रकार की दोष अपराध की काम करते रहने वाले थे। എന്നാൽ ക്രിസ്തു അദ്ദേഹത്തെ മാനസാന്തരത്തെ അനുഭവത്തിലേക്ക് നയിക്കുകയും പിന്നത്തേതിൽ താൻ ശക്തമായിട്ട് പരസ്യയോഗങ്ങൾ നടത്തുകയും ദൈവരാജ്യം പ്രസംഗിക്കുകയും ചെയ്തു. और आगे देखते हैं उन्होंने यही यीशु को अपनाया है
उसके बाद में उनका दोष अपराध के काम छोड़कर त्याग कर कर यीशु की आत्मा से उन्होंने जोरदारी होकर कोने कोने तक सुसमाचार फैलाते रहते थे। അത് കേരളത്തിൽ ആം, ആ, അദ്ദേഹം ശക്തമായിട്ട് പ്രവർത്തിക്കുകയും തുടർന്ന് ഒരു പ്രാർത്ഥനാ യോഗം കഴിഞ്ഞിട്ട് മറ്റിടത്തേക്ക് തന്റെ ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റിൽ അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. केरला में वो मनभराहट होकर सुसमाचार फैलाते एक संगति में उन्होंने वचन दिया, प्रचार दिया। उसके बाद ये दूसरा एक जगह की घोषणा के लिए यात्रा में और एक्सीडेंट की खतरनाक के द्वारा उन्होंने ऑफ हो गया। പുനലൂരിൽ സംഭവിച്ചതായ ഒരു മരണത്തെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നതായ ഒരു ദേവാസിനെ കുറിച്ച് അത്രേ ഞാൻ സംസാരിക്കുന്നത്. केरला में पुनलूर नाम एक जगह है, वहां पर उन्नीकृष्णन नाम में एक परमेश्वर की दास था, उसके बारे में मैं अभी कहा है। ലോകത്തിന്റെ എല്ലായിടത്തും തീവ്രമായിട്ട് ഉത്സാഹത്തോടു കൂടി ദൈവവചനത്തെ പ്രസംഗിക്കുന്നതായ ദേവദാസന്മാർക്ക് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. दुनिया में कोने कोने तक सुसमाचार की सेवकाई में लवलन रहते हैं, सुसमाचारक है, प्रचारक है, उन्हीं के लिए प्रत्येक तौर पर प्रार्थना में लवलन रहना फला है। ഈ നാളുകളില് ലോകം വളരെ ശ്രദ്ധിക്കപ്പെട്ടതായ ഒരു ആകസ്മികമായ മരണമായിരുന്നല്ലോ, കൊലപാതകമായിരുന്നല്ലോ ചാർലി കിർക്കിന്റേതായ മരണം. अमेरिका में एक जवान है चार्ली, जो व्यक्ति युवा सेना होगा, इसकी अर्थ जवान जवानियों के बीच में सुसमाचार की घोषणा इतना तीव्र स्वभाव में किया करता था, लेकिन उनको मार डाल दिया है। എന്നാൽ ഈ ആത്മീയ യുദ്ധത്തിൽ തനിക്ക് തന്റെ ജീവൻ നഷ്ടമായി. ये अंतिम समय में उनका प्राण त्याग की। എത്രയോ ദൈവദാസന്മാരെ കുറിച്ച് നാം കേൾക്കുന്നുണ്ട്. जितने परमेश्वर की दासों का बारे में हम सुन रहा है, അത് വളരെ ശൗര്യത്തോടുകൂടി സാത്താൻ ഈ നാളുകളിലെ ദൈവമക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കും. इतना गर्व से शैतान ने उनका काम कर रहा है। ഗവൺമെന്റുകൾ ആവോളം ഈ സുവിശേഷ പ്രവർത്തനത്തിന്റെ വാതിലുകളെ അടയ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. गवर्नमेंट की तरफ से भी और अधिकारियों ने एक सुसमाचार की घोषणा को ढांपने के लिए रास्ता बनाता है, कोशिश करता है। ഒരു സംസ്ഥാനത്ത് പാസാക്കിയ നിയമം അനുസരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ 1 കോടി രൂപ പെനാൽറ്റി കൊടുക്കണമെന്നും അത് മാത്രമല്ല ജീവപര്യന്തം ജയിലിൽ കഴിയേണ്ടി വരും എന്നാണ് അറിയുന്നത്. और नियम ऐसे प्रकार है, सुसमाचार की घोषणा करते हैं, अन्य जातियों को यीशु में लाते हैं, ऐसे प्रकार की काम किया करेगा तो 1 करोड़ रुपया और दंड देते हैं और जुर्माना भी बाकी है। സഭയുടെ പ്രവർത്തനങ്ങളെ ലോകത്തിലെ ആർക്കും തടയുവാൻ കഴിയയില്ല, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്ന് ദൈവം പ്രഖ്യാപിച്ചിട്ടുണ്ട്. हमारा मसीह की वचन हमें ऐसी चेतावनी दी, हमारा मसीह की वचन की घोषणा रुकावट डालने के लिए कोई शैतानी की सामर्थ्य शक्ति उन पर अमल नहीं कर सकते हैं। ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ആർക്ക് തടയുവാൻ കഴിയും? यहोवा परमेश्वर की काम को रुकावट देने के लिए कौन है? അതുകൊണ്ട് ഈ നാളുകളിൽ നാം വളരെയധികം ദൈവമക്കൾക്ക് വേണ്ടി ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. मैं आपको ये वचन देता हूं, सुसमाचार की घोषणा के लिए जितनों ने जाते हैं उन्हीं के लिए अमुक दीदी पर प्रत्येक तौर पर प्रार्थना में लवलीन रहे। എന്നാൽ ചാർലി കിർക്കിനെ പോലുള്ളതായ ഒരാളെ ഇല്ലായ്മ ചെയ്താൽ അത് ലക്ഷോപലക്ഷം ചെറുപ്പക്കാർ ഉയർത്തുവാൻ ഈ തന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ കഴിയും. चार्ली एक व्यक्ति का सुसमाचार रुकावट डालने के लिए कोशिश करेगा तो हजारों हजारों को आगे लाने के लिए प्रभु का काम आत्मा के द्वारा हो रहा है.
അതാ കർത്താവ് ചോദിക്കും, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും എന്ന്. यही वचन यही पूछ रहा है। यहोवा परमेश्वर मसीह ने काम किया करेगा, रुकावट डालकर पर्दा डालने के लिए किसी को हो नहीं सकता है। അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. इसी कारण में वचन की चेतावनी है, शैतान ऐसे काम कार्य करते रहेंगे, उसमें घर लेने के लिए, उसका हटाने के लिए परमेश्वर से, मसीह में से हथियार बांध रहे। എഫേസ്യർക്ക് എഴുതിയതായ ലേഖനം 6-ാം അധ്യായത്തില് പൗലോസ് നമ്മെ കൊണ്ടുപോകുന്നത് ഒരു സർവ ആയുധങ്ങളും അത് വെച്ചിരിക്കുന്നതായ ഒരു റൂമിലേക്കാണ്. और यही बात है, शैतान चारों तरफ है, सोच समझ कर ये प्रेरित पौलुस ने एफेसियों की पत्री में दिखा, हर प्रकार की हथियार की अंदर रहकर प्रभु ने हमें चलाने के लिए चाहता है, वो हम अपनाना जरूरत है. അതെ, ആ ആയുധ ശേഖരം ഉള്ളതായ ആ മുറിയുടെ മുമ്പിൽ വിശ്വാസികളെ ആനയിക്കുകയാണ് ചെയ്യുന്നത്. यहाँ पर देखते हैं बहुत हथियार है, ये हथियार के बीच में हमारा परमेश्वर की संतानों को सुरक्षित कर देते हैं. സാറേ ഒരു മിനിറ്റ്, ഇവിടെ പുറത്ത് മഴയായതുകൊണ്ട് ഇച്ചിരി ശബ്ദം കൂടുതലാണ് മഴയുടെ. അപ്പൊ ഇച്ചിരി കൂടെ ഒന്ന് ശബ്ദം തരണേ. മാക്സിമം ആണ്. സാറിന്റെ ശബ്ദം ഇച്ചിരി കൂട്ടിയാൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഈ പ്രതികൂലമായിട്ടുള്ളതായ സാഹചര്യങ്ങളിൽ ദൈവം പിന്നെ സർവ ആയുധവും നൽകി, അതെ, നമ്മളെ നിസ്സഹായരായിട്ട് വിട്ടിട്ടില്ല. और यही वजन है, शैतान की वश में गिरने के लिए और प्रभु ने हमको उसमें गिराने के लिए अवसर नहीं देते हैं. അപ്പൊ ദൈവത്തിന്റെ, അപ്പോ ഈ സർവായുധം വർഗം എന്ന് പറയുന്നത് നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. ये हथियार हमारा नहीं है और ये हथियार मसीह का ही है. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. परमेश्वर के सारे हथियारों बांध ले, ये बात पौलुस ने हमारे लिए दिया है. അപ്പൊ അത് ധരിക്കുവാൻ, അത് ധരിച്ചുകൊണ്ട് വേണം നാം ഈ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടത്. ये पहनकर, ये हथियार के अंदर रहकर सुसमाचार की घोषणा में आगे बढ़ना हमारे लिए चेतावनी है. ഈ ആയുധങ്ങളൊക്കെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ये हथियार हमारे लिए प्रभु दिया है. അത് യുദ്ധത്തിന് വേണ്ടി അത്രേ, युद्ध करने के लिए, लड़ाई के लिए. ഈ യുദ്ധങ്ങളെല്ലാം തന്നെ ഭൂമി കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണല്ലോ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. युद्ध यही है, और औरों को, शत्रुओं को कब्जा में लाने के लिए, घेर लेने के लिए युद्ध चलाता है. ഇവിടെ സാത്താൻ ശ്രമിക്കുന്നത് മനുഷ്യന്റെ മനസ്സുകളെ കീഴ്പ്പെടുത്തുവാനുള്ളതായ ഒരു പോരാട്ടമാണ്. ये यहाँ पर पाया जाता है, शैतान ने मसीह की लोगों को गिराने के लिए तैयार करते हुए एक युद्ध है. അതെ, ഈ മനസ്സാകുന്നതായ യുദ്ധഭൂമിയിൽ എത്ര നിരന്തരമായിട്ടുള്ളതായ പോരാട്ടം നാം കാണുന്നത്. ये युद्ध भूमि में मसीह के लिए जीने के लिए, युद्ध कर विजय पाने के लिए ये वचन हमारे लिए दिया गया है. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. मसीह हमें याद दिलाता है, मसीह में और असीम सामर्थ्य में हम आगे बढ़े. നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, हमें लड़ाई मनुष्यों की ओर नहीं. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സർവ്വലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. 12-ാം വാക്യം. क्यों 12वां पद में ये दिया है कि
कि हमारा यह मल्लयुद्ध लहू और मांस से नहीं, परंतु प्रधानों से और अधिकारियों से और इस संसार के अंधकार के हाकिमों से और उस दुष्टता की आत्मिक सेनाओं से है. വിശ്വാസത്തിന്റെ പോരാട്ടത്തിന് നമുക്ക് ഈ സർവായുധ വർഗം ആവശ്യമായിരിക്കുന്നു. विश्वास में लड़कर युद्ध विजय पाना चाहता है तो ये हथियार की अंदर हम रहना आवश्यकता है. ആം, ഈ അന്ധകാരത്തിന്റെ അധിപതികൾ ദൈവമക്കൾക്കെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ആകമാനം തന്നെ ഈ സർവായുധ വർഗം കൊണ്ട് അതുകൊണ്ട് മൂടിയിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. और इस संसार के अंधकार के हाकिमों से और उस दुष्टता की आत्मिक सेनाओं से जो आकाश में है, ये अधिकार की निजे है. इसी कारण में प्रभु ने 11वां पद में दिया हुआ वचन की ये हथियार की अंदर हम गुप्त रहना हमारे लिए आवश्यकता है. കാൽവരിയിൽ ഉയർത്തപ്പെട്ട ആ ക്രൂശിന്റെ ചുവടിൽ നാം ഈ ആയുധങ്ങൾ സംഭരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. कालवरी क्रूस पर हमारे लिए रक्त बहाकर हमारे लिए प्राण दिया, वो मसीह की चेतावनी की आधार पर हमारा मुसाफरी हारे आगे होना हमारा कर्तव्य है. ശരീരം പൂർണ്ണമായിട്ടും ഈ ആയുധങ്ങൾ കൊണ്ട് നമ്മൾ നിറച്ചിരിക്കണം. हमारा शरीर पूरा ये हथियारों से ढांपना चाहिए. എന്നാൽ ഈ ശരീരത്തിന്റെ പിൻഭാഗത്ത് ധരിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നുമില്ല. हमारा शरीर की कमर में पीछे की भाग में बांधने की कोई कुछ हथियार वहां पर दिया गया नहीं है. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരുത്തൻ പിന്മാറി യുദ്ധത്തിൽ നിന്നും ഓടിപ്പോകാൻ പാടില്ല. ये वचन की चेतावनी है मल्ल युद्ध के लिए. ये मरुस्थल में है, युद्ध श्रेणी में है, हारते हुए पीछे हटने का कोई रास्ता वहां पर दिया नहीं है. അത് കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പിന്തിരിയുന്നവന് അപകടമാണ്. അവന് എളുപ്പത്തിൽ ശത്രുവിന് എയ്ത് വീഴ്ത്തുവാൻ കഴിയും. पुराना नियम में एक वचन दिया है, हल को हाथ दिया. हल को हाथ देने के बाद में पीछे मोड़ने वाले परमेश्वर की राज्य की सेवकाई के लिए और उन्होंने उचित नहीं होते हैं. അതുകൊണ്ട് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുവാനത്രേ. इसी कारण में बाइबल यही दिखाते हैं, विश्वास में अच्छे मल्ल युद्ध कर आगे बढ़ना. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നാം മുന്നേറുവാൻ പൗലോസ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. हर समय प्रार्थना में और लावलिन रहते हुए शैतान को घेर लेने के लिए तैयारी के साथ आगे बढ़ना. അപ്പോൾ നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. 13-ാം വാക്യം. आप वहां पर 13वां पद में ये वचन दिया है, और इसलिए परमेश्वर के सारे हथियार बांध लो कि तुम बुरे दिन में सामना कर सकते और सब कुछ पूरा करके स्थिर रह सके. പിശാചിൻ്റെതായ പ്രവർത്തികളെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കുവാൻ പാടില്ല. शैतान के कामों में अज्ञानित ना रहे. യുദ്ധമാണല്ലോ, അതിന്റെ തന്ത്രങ്ങൾ, ശത്രുവിന്റെ തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. युद्ध है, युद्ध में है, और शैतान के तंत्र योजना क्या है हम समझ लेना चाहिए पहले. നമുക്ക് ശക്തി ലഭിക്കാൻ പരിജ്ഞാനം, അറിവ് ആവശ്യമായിരിക്കുന്നു. हमें सामर्थ्य पाने के लिए और अच्छा वचन, उनका सामर्थ्य हम अपनाना चाहिए.
ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം വളരെ ശ്രദ്ധയോടുകൂടി നാം എല്ലാ പ്രഭാതത്തിലും എഴുന്നേറ്റ് വരുന്നത് ആ, ഈ വചനം കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും അതുപോലെ ശക്തി പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. ये वही वक्त हम परमेश्वर के वचन की ओर आता है, यही कारण के लिए है। और हर दिन दिनम प्रति ये वचन सुनने के लिए और सामर्थ पाने के लिए हम ये प्लेटफॉर्म में आते हैं। തിരുവചനത്തിലെ ആഴമായ സത്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ കാണുമ്പോൾ സാത്താൻ അവിടെ നിൽക്കുവാൻ കഴിയില്ല. അവൻ നിങ്ങളെ കാണുമ്പോൾ ഓടി ഒളിക്കും. और परमेश्वर के वचन पर अच्छे रीति पर अपनाया, ग्रहण किया, ऐसे एक भक्त जनों को देखते हुए शैतान हार जाते हैं और भग जाते हैं। എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 11 മുതൽ इब्रानियों के पत्र 5वां अध्याय में 11 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നു. इब्रानियों के पत्र 5वां अध्याय 11वां पद से लेकर चंद बात हम यहाँ पर पढ़ते हैं। അവിടെ പറഞ്ഞിരിക്കുന്നത് ആരും അനുസരണക്കേടിന്റെ ദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. 11वां वाक्य। അതെ, इब्रानियों के पत्र 5वां अध्याय 11वां पद में यह दिया है, इसके विषय में हमें बहुत सी बातों कहनी है जिसका समझ जाना भी कठिन है, इसलिए कि तुम ऊंचे सुनने लगे हो। ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്നത് ഇരുവായ്ത്തലയുള്ള വാള് എന്നാണ്. परमेश्वर के वचन के द्वारा ये वचन की अर्थ ये दिया है, दोधारी तलवार। ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതായ ദൈവവചനം നമുക്ക് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. कोई भी हो, कितना भी हो, इतना तेजी तलवार है, लेकिन उससे भी अधिक तेजी है ये परमेश्वर की वचन। അതാണ് ഈ വചനം പഠിക്കുന്നതിൻ്റെതായ ആവശ്യം. यही है ये वचन पढ़ने की आवश्यकता। പല ആളുകൾക്കും ദൈവവചനം വായിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ഉത്സാഹമുള്ള ഒരു കാര്യമല്ല. बस लोगों को परमेश्वर के वचन पढ़ना, वो पढ़ते हुए आगे विधाना, उसमें रहना मन नहीं लगता है। അപ്പോ തിരുവചനം വായിച്ച് പഠിക്കുന്നതിലൂടെ നമുക്ക് നാം എന്താണ് സ്വീകരിച്ചിരിക്കുന്നത്, അഥവാ ഈ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ആയുധങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം. वो मसीह की वचनों की खोज में रहने वाले ये बात समझ ले, ये वचन मनन करने के बारे में हमें क्या मिलता है, हमारा स्वादिष्ट क्या होता है। ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ യുദ്ധഭൂമി എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സാണ്. हमारा युद्ध भूमि यही है, मनुष्य की मन है। നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ആയുധങ്ങളെ അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. हमारे लिए दिया हुआ हथियार उपयोग करना जरूरत है। അപ്പൊ നമുക്ക് യുദ്ധത്തിൽ നമുക്ക് ജയമാണ് ആവശ്യം. हमारे आवश्यकता युद्ध करते विजय पाना। അതായത് നാം ദൈവവുമായുള്ളതായ ബന്ധത്തിൽ നമുക്ക് ഒരു ജയം ആവശ്യമായിരിക്കുന്നു. हमें ये भूमि में एक विजय आवश्यकता है। കുടുംബ ബന്ധങ്ങളിൽ നമുക്ക് ഒരു ജയം ആവശ്യമായിരിക്കുന്നു. पारिवारिक जीवन में एक विजय आवश्यकता है। അതുപോലെ സന്തോഷവും ദൈവികമായ സമാധാനവും നമുക്ക് പ്രാപിക്കേണ്ടിയിരിക്കുന്നു. आनंद है और शांति है, ये मसीह में से प्राप्त करना आवश्यकता है। അതിന് സങ്കല്പങ്ങളെയും കോട്ടകളെയും ഇടിച്ചു കളയേണ്ടത് ആവശ്യമായിരിക്കുന്നു. और इतिहास है और अविश्वास की बात है, तोड़ फोड़ना हमारा आवश्यकता है। അതുകൊണ്ട് അതിന് എന്താണ് 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. एफेसियों की पत्री 6वें अध्याय में ये वचन हमें दिया है। 10 മുതൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാണ്. അതുകൊണ്ട്
ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും 14-ാം വാക്യം, അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ളതായ ഒരുക്കം കാലിന് ചെരുപ്പാക്കി എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. विश्वास में अटल रहने के लिए प्रभु ने हमें योजना दी, हथियार दी। और एफेसियों की पत्री 6वें अध्याय 14 पद में यही दी, इसलिए सत्य से अपने कमर कसकर और धार्मिकता की झिलम पहन करो और पापों में मेल के सुसमाचार की तैयारी के जूते पहनकर, ये बात वहां पर दी गई है। അത് മാത്രമല്ല, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ടിരിപ്പിൻ. 16वां पद में दिया है, और इसी सब के साथ विश्वास की ढाल लेकर स्थिर रहो, जिससे तुम उस दुष्ट की सब जलते हुए तीरों को बुझा सको। രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. और उद्धार की और टोपी पहनो, उद्धार की रक्षा की कवच में रहो. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. मसीह ने हमारे ऊपर सौंपा दिया है शत्रुओं, वैरियों और सांपों की सिर कुचल डालने के लिए अधिकार प्रभु ने हमारे लिए दिया है. നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി യേശുവിന്റെ നാമം നൽകിയിരിക്കുന്നു. उपयोग करने के लिए यीशु की नाम हमारे लिए दी गई है. നാം യേശുവിന്റെ നാമത്തിൽ നിൽക്കുമ്പോൾ അത് യേശുവിന് പകരമായിട്ട് നാം നിൽക്കുകയാണ്. यीशु मसीह की नाम लेकर हम बैठा है, करता है, इसी कारण में यीशु हमारे में शैतान में विजय पाने के लिए अधिकार देता है. നമുക്ക് യേശുവിന്റെ രക്തം ഉണ്ട്. हमारे लिए यीशु मसीह की रक्त है. നാം സാത്താനോട് എതിർത്ത് നിൽക്കുന്നത് രക്തത്താലും സാക്ഷ്യവചനത്താലും അത്രയും. हम शैतान को घेर लेने के लिए यीशु मसीह की रक्त और उसके धन्य की शब्द हमारा जीव में प्रभु ने दी है. നമുക്ക് വിശ്വാസത്തിന്റെ പരിച ആവശ്യമായിരിക്കുന്നു. विश्वास की ढाल हमारे लिए आवश्यकता है. ദൈവവചനം നാം പറയേണ്ടിയിരിക്കുന്നു. मसीह की वचन की घोषणा हम करना चाहिए. അങ്ങനെ നമുക്ക് സാത്താന്റെ കോട്ടകളെ ഇടിച്ചു കളയുവാൻ കഴിയും. ऐसा होवे तो शैतान की वो खिला को तोड़ सकते हैं. അപ്പോ നമ്മുടെ ഉള്ളിൽ പിശാച് പല പല ആലോചനകൾ നൽകുകയും ആ ആലോചനകൾ ക്രമേണ ഒരു ചില സങ്കല്പങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. और मसीह की आत्मा अगुवाई देते हैं. अगुवाई के आधार पर शक्ति शैतान का युक्तियों को ढाल तोड़ सकते हैं, मसीह में जीत सकते हैं. അതെ, ആ ചിന്തകൾ പിന്നീട് ഇമാജിനേഷൻസ് ആയി മാറുന്നു. ഇമാജിനേഷൻസ് പിന്നത്തേതിലെ ശക്തി സ്ട്രോങ് ഹോൾഡ്സ് അഥവാ കോട്ടയായിട്ട് മാറുന്നു. हम धन्य धन्य कहकर विश्वास में अटल रहेगा तो सिर होवे तो जो हमारे लिए किला बनाकर किला के अंदर हमको रुकना छिपाने के लिए हो सकता है. ഈ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ളതായ ചിന്തകൾ കൊണ്ട് നിറയുകയും അത് ഒരു കോട്ടയായി തീരുകയും ചെയ്യുമ്പോൾ അത് പിശാചിന് നമ്മുടെ മേൽ ജയമെടുക്കുവാൻ കഴിയും. हमारा मसीह की स्तुति धन्यवाद देते हैं. मसीह ने हमारे लिए सुरक्षित संरक्षण करने के लिए उन्होंने किला बनाकर उसके अंदर हमको छुपाने देते हैं. പൈശാചികമായ കോട്ടകളെ നമുക്ക് ഇടിച്ചു കളയേണ്ടത് ആവശ്യം. शैतान की जो किला है तोड़ फोड़ना आवश्यकता है. അതിനുവേണ്ടി അത്രേ ഈ പറഞ്ഞതായ ആയുധങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. जो ये बात के लिए है, ये हथियार की हमारे लिए दिया गया है. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കോട്ട എന്ന് പറയുന്നത് ചില പാപ സ്വഭാവങ്ങൾക്കുള്ളതായ അടിമത്തം അത്രേ. कई लोग
ये पाप अपराध में रहने के लिए और गुलाम होकर गुलामी देता है। ചിലരെ അതിഭയങ്കരമായ ഭയത്തിന് അടിമകളാക്കും. कई लोग भयभीत में गुलाम होते हैं। അവരെ നിരന്തരമായിട്ട് അത് അടിമത്തത്തിലാക്കുന്നതായ ഒരു ബോണ്ടേജിലാക്കുന്നതായ ഒരു അനുഭവം. निरंतर जो व्यक्तियों को गुलाम में रहने के लिए गुलामी बन देते हैं। ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതായ ഒരു ഉറച്ച ഒരു ചിന്തയിലേക്ക് പിശാച് ആളുകളെ നയിക്കുന്നു. शैतान ने लोगों को डराते हैं, तुम अभी रहते हैं, ये सब पाप अपराधों में से छुटकारा कभी भी नहीं मिलते हैं, ये बोलकर उनको ढांक देते हैं। ഇതെല്ലാം ദൈവത്തിന്റെ പരിജ്ഞാനത്തിനെതിരായി പൊങ്ങുന്ന ചിന്തകളെയാണ് ഈ കോട്ടകളെ ഇടിച്ചു കളയുവാൻ ആവശ്യമായിരിക്കുന്നു. ये मसीह की वचन में बहुत ज्ञानित रहकर विश्वास योग्य होकर ये शैतान की खिलाफ को तोड़ फोड़ करने के लिए मसीह ने हमारे लिए दिया है। 2 കൊരിന്ത്യർ 10:4 और दूसरा कोरिन्थी 10:11 में ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. और हमारा ये ढाल ये खिला तोड़ने के लिए शक्ति और सामर्थ्य से हमें भर देते हैं। 5-ാം വാക്യം, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. വാക്യം പറഞ്ഞേ. 5-ാം വാക്യം, 10-ാം വാക്യം. और दूसरा कोरिन्थी 10:5 में यही दिया, इसलिए हम कल्पनाओं का और हर एक ऊंची बात का जो परमेश्वर की पहचान के विरोध में उठती है खंडन करते हैं और हर एक भावना को खेद करते मसीह का आज्ञाकारी बना देता है. ദൈവത്തിന്റെ വചനം അറിയാമെന്നുള്ള ഒരു വ്യക്തി പിശാച് തരുന്നതായ ഈ നെഗറ്റീവായിട്ടുള്ളതായ സങ്കല്പങ്ങളെ ഇടിച്ചു കളയുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവനത്രേ. विश्वास में अटल रहने वाला एक परमेश्वर की दासियों शैतान ने ये योजना बनाकर हमको सत्यानाश करने के लिए आते हैं, उसको ढांढने के लिए है अधिकार के साथ हमको आगे रखा है. ഭക്തനായ യോബിന്റെ ജീവിതത്തിൽ അവൻ ഭയത്തിന് അടിമയായി തീർന്നു. भक्त था आयूब, वो भयभीत होकर उसका गुलाम बन गया. അദ്ദേഹം പേടിച്ചു, തന്റെ മക്കൾ വല്ല പാപവും ചെയ്ത് അത് വീണുപോകാൻ സാധ്യതയുണ്ടായിരുന്നു. और आयूब ने भयभीत हो गया. उनका पुत्र पुत्रियों ने कुछ कारण में पाप अपराध कर यहोवा परमेश्वर से रंजित हो गया. ये चिंता आयूब के आगे आया है. ആ ചിന്തകൾ, ആ സങ്കല്പങ്ങള് ഒരു കോട്ടയായി തീർന്നു. താൻ ഭയപ്പെട്ടത് തന്നെ തന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ये भयभीत एक किला की नाई हो गया, वो भय उन पर आ गया है. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്ക് അറിയാമെങ്കിൽ, വിശ്വാസം നമുക്ക് ഉണ്ട് എങ്കിൽ, ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരങ്ങളെ കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ ഈ പിശാചിന്റെ സാങ്കല്പികമായ കൊട്ടകളെ തകർത്തുകൊണ്ട് നെഗറ്റീവ് ഇമാജിനേഷൻസ് മാറ്റിയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളതായ വിശ്വാസത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും. यारों में ये बात चेतावनी देता है, ये शैतान की युक्तियों, उनकी बात काम कार्यों उसके आधार पर ना जाए, मसीह की आत्मा को खोजे, मसीह की आत्मा में रहे, उसका सामर्थ्य पाए. ऐसा होवे तो शैतान की युक्तियों को ढांक सकते हैं. നമ്മുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു അത്രേ. हमें यही बात है, जानकारी मिलने के लिए यीशु मसीह की वचन है. നമുക്ക് വേണ്ടി യേശു കാൽവരിയിൽ അത് ത്യാഗം സഹിച്ചു. हमारे लिए यीशु मसीह कालवरी सूली पर
अपना मृत्यु पाया ഉയർത്തെഴുന്നേറ്റ യേശു നമ്മിൽ ജീവിക്കുന്നു. और जीव उठा, जिलाया हुआ मसीह हमारे में जीवित है. നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് യേശു താൻ മരണപര്യന്തം പിതാവിനെ അനുസരിച്ചത് കൊണ്ട് അവന്റെ നീതി നമുക്കായിട്ട് അത് പകർന്നു തന്നു. हमारा मसीह मृत्यु तक यहोवा परमेश्वर की आज्ञाकारी बिना इसी कारण में कालवरी क्रूस पर आखिरी बूंद तक बहाकर पाप में से अपराध से छुटकारा देकर स्वर्ग राज्य में हमारे लिए बाट जोते हैं. നാം ഈ യുദ്ധഭൂമിയിലെ യേശുവിന്റെ നാമത്തിൽ നിൽക്കുന്നു. हम ये युद्ध भूमि में यीशु मसीह के नाम में खड़ा होता है. യേശു തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. यीशु मसीह ने उनका पवित्र आत्मा से हमें अभिषेक किया है. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നിന്നും നമ്മെ തകർത്ത് കളയുവാൻ തക്കവണ്ണം, പാപത്തിൽ നമ്മെ വീഴ്ത്തുവാൻ തക്കവണ്ണം പിശാച് ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ട് നമുക്ക് ഏതാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്. ആ ചിന്തകളെയൊക്കെയും തടവുകാരാക്കുവാൻ, ആ ചിന്തകളെയൊക്കെയും തടവുകാരാക്കുവാനുള്ളതായ prisoners of war ആക്കുവാനുള്ളതായ അധികാരം നമുക്കുണ്ട്. मसीह के जी उठने के कारण हमें अधिकारी बनाया. मसीह ने सजा हुआ सारे अनुग्रह के वश में रहने के लिए प्रभु की आत्मा हमारे में काम कर कर वो बैठते हैं वहां पर हमको भी बिठाने के लिए काम किया करता है. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. और एफेसियों की पत्री में ये वचन हमारे लिए दिया है अंतिम में, और मसीह और उसका आत्मा में, इसलिए प्रभु में और उसकी शक्ति के प्रभाव में बलवंत किया है. ഈ വചനങ്ങൾ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से हम सबों को आशीर्वाद दिया दे. आमेन.